ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 139. അടുത്ത ബാബ് 22ാമത്തെ ബാബ്, ബാബു മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മത്തി തഅബുദുൽ ഔസാൻ. ബാബ് അധ്യായം മാ ജാഅ വന്നത് സംബന്ധിച്ച് അന്ന ബഅദ ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്ത് അതായത് മുസ്ലിം ഉമ്മത്തിലെ ചിലർ തഅബുദുൽ ഔസാൻ, അവർ ബിംബങ്ങളെ വസനകളെ ആരാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ ഇവിടെ ഈ ബാബിലുള്ള ഈ അധ്യായത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ദർസിലുള്ളത്. അടുത്ത ദർസുകളിൽ ഇതിൻ്റെ ഷറഹ് പറയും ഇൻഷാ അല്ലാഹ്. ആദ്യം 2-3 ആയത്തുകളുടെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൂറത്തുൻ നിസാ ആയത്ത് 51. ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം, അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്വാഗൂത്ത് വയഖൂലൂന ലില്ലദീന കഫറൂ ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീലാ. അലം തറ, താങ്കൾ കണ്ടിട്ടില്ലേ, കാണുന്നില്ലേ, ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്നൊരു വിഹിതം ലഭിച്ചവരിലേക്ക് താങ്കൾ നോക്കുന്നില്ലേ, അവരെ താങ്കൾ കാണുന്നില്ലേ. യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നു, ബിൽ ജിബ്തി വത്വാഗൂത്ത്, ജിബ്തിലും താഗൂത്തിലും. ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹിർ പോലുള്ള ക്ഷുദ്രവിദ്യകൾ ആണ്, മാരണം പോലുള്ള. താഗൂത്തി, താഗൂത്തിലും അവർ വിശ്വസിക്കുന്നു, വ്യാജ ദൈവങ്ങളിൽ. അള്ളാഹു അല്ലാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അതിനെയൊക്കെ അവർ വിശ്വസിക്കുന്നു, അതിലൊക്കെ അവർ വിശ്വസിക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിന് പൊതുവെ താഗൂത്ത് എന്നറിയാം. എന്നാൽ ഈസാ അലൈഹി ഇസ്ലാമിനെ ഈ നസാറാക്കൾ ദൈവപുത്രനായിട്ട് കണക്കാക്കി. അപ്പോൾ അത് ഈസാ അലൈഹി ഇസ്ലാമിനെ ആരാധിക്കലാണ്. എന്നാൽ ഈസാ അലൈഹി ഇസ്ലാം താഗൂത്താണോ? അല്ല. ഈസാ അലൈഹി ഇസ്ലാമിനെ ആരാധിക്കാൻ പ്രേരിപ്പിച്ച ഷൈത്താൻ ആണ് അവിടെ താഗൂത്ത്. അപ്പോൾ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വ്യക്തി അത് സ്വയം അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് താഗൂത്താണ്, അല്ലെങ്കിൽ അത് താഗൂത്ത് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് വിശദീകരണങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ യഹൂദികളും നസാറാക്കളും അവരെന്ത് ചെയ്തു? വേദഗ്രന്ഥത്തിൽ നിന്ന് നൽകപ്പെട്ടവരാണ്, വിഹിതം നൽകപ്പെട്ടവരാണ്, അവർ അഹ്ലു കിതാബുകാരാണ്. പക്ഷെ അവർ സിഹിറിൽ വിശ്വസിച്ചു. അതേപോലെ, അതായത് ജിബ്ത്, അതേപോലെ താഗൂത്തിൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിൽ വിശ്വസിച്ചു എന്നതാണ്. മാത്രമല്ല വയഖൂലൂന, അവർ പറയും, അല്ലെങ്കിൽ പറയുന്നു, ലില്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകളോട്, ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീല. ആ സത്യനിഷേധികളെ പറ്റി അവർ പറയണത്, പിന്നെ ഇക്കൂട്ടർ, അതായത് സത്യനിഷേധികൾ, മുശ്രിക്കുകൾ, ബഹുദൈവവിശ്വാസികൾ, അവർ സത്യവിശ്വാസികളായ, അതായത് നബിയും സഹാബത്തിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, അവരെക്കാളും നേരായ മാർഗത്തിലാണ് എന്ന് പറയുമായിരുന്നു എന്നതാണ്. അപ്പോൾ വേദങ്ങൾ നൽകപ്പെട്ടിട്ടും അവരുടെ അവസ്ഥ അങ്ങനെയായിപ്പോയി എന്നതാണ്. വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം, ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ് മൻ ലഅനഹു അല്ലാഹു വഗളിബ അലൈഹി വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീര വഅബദ അത്താഗൂത്ത്. വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനവും, ഖുൽ, നബിയെ പറയുക, ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം എന്ന നിലയിൽ ഇതിനേക്കാൾ ദോഷകരമായ അവസ്ഥയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെ എന്ന്. അങ്ങനെ നബിയോട് ചോദിക്കാൻ പറയുന്നത്. മൻ, ഒരു കൂട്ടർ, ലഅനഹുല്ലാഹു, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു, വഗളിബ അലൈഹി, അല്ലെങ്കിൽ അവനെ ശപിച്ചിരിക്കുന്നു, വഗളിബ അലൈഹി, അവൻ്റെ പേര് അള്ളാഹു കോപിക്കുകയും ചെയ്തിരിക്കുന്നു, വജഅല മിൻഹും, അങ്ങനെയുള്ള കൂട്ടരിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നു, അൽ ഖിറദത, കുരങ്ങന്മാർ എന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബുകാരിൽ, ഇസ്രായേലിയരിൽ ഒരു വിഭാഗത്തെ അള്ളാഹു
ശിക്ഷ എന്നോണം കുരങ്ങന്മാരാക്കി മാറ്റിയിട്ട് വൽ ഖനാസീറ പന്നികളെ അവരിൽ നിന്ന് അള്ളാഹു പന്നികളെയും ഉണ്ടാക്കി വ അബദ ത്വാഊത്ത് അപ്പോൾ അവർ ത്വാഊത്തിനെ ആരാധിക്കുന്നവരാക്കി അവരെ മാറ്റി. അതായത് സത്യം അറിഞ്ഞിട്ടും അത് മൂടിവെച്ച് ധിക്കരിച്ചപ്പോൾ അള്ളാഹു അവരെ ത്വാഊത്തിൻ്റെ വഴിയിലാക്കി എന്നതാണ്. ഇവിടെയും ത്വാഊത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുവോ അതിനെയാണ് പൊതുവെ ത്വാഊത്ത് എന്ന് പറയുന്നത്. ഖൗലുഹു തആല അല്ലാഹു തആലയുടെ വചനവും ഖാലല്ലദീന ഗലബൂ അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ സൂറത്തുൽ കഹ്ഫ് 21-ാമത്തെ ആയത്തിൽ നിന്ന്. ഖാലല്ലദീന ഗലബൂ അലാ അംരിഹിം അവരുടെ കാര്യത്തിൽ മേൽക്കൈ നേടിയവർ പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം അവർക്കുമേൽ നാം പണിയും സ്ഥാപിക്കും മസ്ജിദ ഒരു മസ്ജിദ് പണിയും എന്ന്. ഇത് അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് അവരുടെ അനുയായികൾ എന്ന് പറയപ്പെടുന്നവർ പറഞ്ഞൊരു സംഗതി ആണ്. അതായത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം വിശ്രുതമാണല്ലോ, അത് പ്രസിദ്ധമാണ്, അത്ഭുതകരമാണ്. അവർ കുറേ കാലം ഒരു ഗുഹയിൽ അകപ്പെട്ട് ഗുഹയിൽ അഭയം പ്രാപിച്ചു. അള്ളാഹു അവരങ്ങ് ഉറക്കി കളഞ്ഞു. അവർ ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. നാട്ടിൽ അരാജകത്വവും ബഹുദൈവാരാധനയ്ക്ക് വ്യാപിച്ചപ്പോൾ അവരുടെ അക്രമികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചതായിരുന്നു. അള്ളാഹു അവർക്ക് സുഖമായ നിദ്ര ഉറക്കം കൊടുത്തു. അങ്ങനെ നാട്ടിൽ നല്ലൊരവസ്ഥ സംജാതമാകുന്ന കാലത്ത് അവർ വീണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. ഒരു തരം പുനർജന്മം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അത്ഭുതകരമായൊരു സംഭവം നടന്നപ്പോൾ ഇവർ സ്വാലിഹീങ്ങളാണ്, ഈ ആളുകൾ നല്ല മനുഷ്യന്മാരാണ്, അതുകൊണ്ട് ഇവരുടെ മേൽ നമുക്കൊരു പള്ളി പണിയാം. അങ്ങനെ അവർ മരിച്ചു. അപ്പോൾ അവർ മരിച്ചപ്പോൾ അവർ സ്വാലിഹീങ്ങളാണ്, മഹാന്മാരാണ്, അതുകൊണ്ട് അവരുടെ ബറക്കത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് പള്ളി പണിയാം എന്ന് ഇബ്ലീസ് ശൈത്താൻ അവർ തോന്നിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയണത് നമുക്ക് അവരുടെ മേലിൽ ഒരു മസ്ജിദ് പണിയാം, ഒരു ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഖബറുകൾക്ക് മേൽ മസ്ജിദ് പണിയാൻ പാടില്ല. അപ്പോൾ ഇവിടെയും എന്താണ് ബിംബാരാധനയിലേക്ക് പോയി എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇസ്രായേൽ സമൂഹത്തിൽ അല്ലെങ്കിൽ മുൻകാല സമൂഹങ്ങളിൽ യഥാർത്ഥത്തിൽ തൗഹീദ് ഉൾക്കൊണ്ട സമൂഹങ്ങളിൽ തന്നെ പിന്നീട് എന്ത് വന്നിട്ടുണ്ട്? ബിംബാരാധന വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബിംബാരാധനയ്ക്ക് സമാനമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സൂചനയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും മുസ്ലിം ഉമ്മത്തിലും ഇത് സംഭവിക്കും എന്ന് അത് സൂചിപ്പിക്കാനാണ് ഈ ആയത്തുകൾ ഗ്രന്ഥകാരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് തന്നെ ഹദീസിൽ എൻ്റെ ഉമ്മത്തിൽ ചിലർ ബിംബാരാധന നടത്തും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു റിപ്പോർട്ടാണ് ഇനി കൊടുത്തിട്ടുള്ളത്. വലി മുസ്ലിമിൻ അൻ സൗബാന റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മുസ്ലിമിൻ്റെ നിവേദനം സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്. നിശ്ചയം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ സവാലിയൽ അർദ നിശ്ചയം അള്ളാഹു എനിക്ക് ഭൂമിയെ ചുരുട്ടി തന്നു. ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ അപ്പോൾ അങ്ങനെ ചുരുട്ടി അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവ്. അപ്പോൾ ചുരുട്ടി കാണിച്ചു കൊടുത്തപ്പോൾ കാണിച്ചു തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ ഭൂമിയുടെ കിഴക്ക് ഭാഗങ്ങളും പടിഞ്ഞാറ് ഭാഗങ്ങളും ഒക്കെ കണ്ടു. വ ഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽകുഹാ മാ സുവിയ ലീ മിൻഹ അപ്പോൾ എനിക്ക് ചുരുട്ടപ്പെട്ട ഭാഗത്തൊക്കെ എൻ്റെ ഉമ്മത്ത്, അതായത് മുസ്ലിം ഉമ്മത്ത്, അതിൻ്റെ അധികാരം എത്തും. വ ഉതീതു അൽ കൻസൈനി അൽ അഹ്മറ വൽ അബിയദ എനിക്ക് 2 നിധികൾ നൽകപ്പെട്ടു, ചുവപ്പ് നിധിയും വെള്ള നിധിയും. അഹ്മർ ചുവപ്പ്, അബിയദ് വെള്ള. അത് റോമ പേർഷ്യ സാമ്രാജ്യങ്ങൾ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അതായത് അവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക് ആധിപത്യം ഉണ്ടാകും, ഇസ്ലാമിന് ആധിപത്യം ഉണ്ടാകും എന്ന് പ്രവചിക്കുകയാണ്. وإني سألت ربي لأمتي أن لا يهلكها بسنة عامة وإني നിശ്ചയം ഞാൻ ചോദിച്ചു റബ്ബി എൻ്റെ റബ്ബിനോട്, അള്ളാഹുവിനോട്, ഉമ്മത്തി എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട്, മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട്, അല്ലാ യുഹ്ലികഹ
അവൻ, അതായത് അല്ലാഹു, ആ ഉമ്മത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കരുത് എന്ന്, എൻ്റെ ഉമ്മത്തിനെ നശിപ്പിക്കരുത് എന്ന് ബിസനത്തിൻ ആമ്മത്തിൻ, മൊത്തത്തിലുള്ളൊരു വരൾച്ച, ഒരു ക്ഷാമം അല്ലെങ്കിൽ നാശം കാരണമായിട്ട് മൊത്തത്തിൽ അവരെ ബാധിക്കുന്നു. തീരെ ബാധിക്കൂല എന്നല്ല, മൊത്തത്തിൽ മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ അങ്ങനെ ബാധിക്കുന്നൊരു നാശം, അത് ഉണ്ടാവരുതേ, അങ്ങനെ നശിപ്പിക്കരുതേ എൻ്റെ ഉമ്മത്തിനെ എന്ന് ഞാൻ റബ്ബിനോട് അപേക്ഷിച്ചു. വഅല്ലാ യുസല്ലിത അലൈഹിം അദുവ്വൻ മിൻ സിവാ അൻഫുസിഹിം ഫയസ്തബീഹ ബൈളതഹും. വഅല്ലാ യുസല്ലിത അലൈഹിം, അവരുടെ മേൽ, അതായത് മുസ്ലിം ഉമ്മത്തിൻ്റെ മേൽ അധികാരം, ആധിപത്യം ഉണ്ടാക്കരുത് എന്നും, അദുവ്വൻ, ശത്രുവിന്, മിൻ സിവാ അൻഫുസിഹിം, അവരുടെ സ്വന്തത്തിൽ നിന്നല്ലാതെ, മുസ്ലിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളല്ലാതെ. അപ്പോൾ അത് അവർ ശ്രദ്ധിക്കാതെ, അവർക്കിടയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉള്ള പ്രശ്നങ്ങളല്ലാതെ ശത്രുവിന് മുസ്ലിങ്ങൾക്ക് മേൽ സമ്പൂർണ്ണമായ ആധിപത്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നതാണ്. ഫയസ്തബീഹ ബൈളത്തഹും, അങ്ങനെ അവരുടെ ബൈളത്തറ മുട്ടാന്നാണ് ഇവിടെ അധികാരം, സ്വാധീനം എന്നൊക്കെ. ആ സ്വാധീനം, അവർക്ക് മേൽ ശത്രു ആധിപത്യം, സ്വാധീനമുണ്ടാക്കുന്ന ഒരു അവസ്ഥ, സമ്പൂർണമായ ആധിപത്യം മുസ്ലിങ്ങൾക്കെതിരിൽ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ഒരവസ്ഥ, ശത്രുക്കൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ സംജാതമാകരുതേ എന്ന് ഞാൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു. ഇന്ന റബ്ബി ഖാല, അപ്പോൾ എൻ്റെ റബ്ബ് നിശ്ചയം പറഞ്ഞു, എൻ്റെ റബ്ബ് പറഞ്ഞു, ഖാല യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, അള്ളാഹു മറുപടി പറഞ്ഞത്, ഇദാ ഖളൈതു ഖളാഅൻ ഫഇന്നഹു ലാ യുറദ്ദു, ഞാനൊരു വിധി വിധിച്ചാൽ അത് മാറ്റപ്പെടുന്നതല്ല, മറിക്കപ്പെടുന്നതല്ല, റദ്ദാക്കപ്പെടുന്നതല്ല. വ ഇന്നി അഅ്തൈതുക ലി ഉമ്മത്തിക അൻ ലാ അഹ്ലികഹും ബി സനത്തിൻ ആമത്തിൻ, നിശ്ചയം ഞാൻ നിൻ്റെ ഉമ്മത്തിന് നൽകുന്നു, അല്ലെങ്കിൽ നൽകി, എന്താണ്, അവരെ ഞാൻ മൊത്തത്തിലുള്ളൊരു നാശം നശിപ്പിക്കൂല, മൊത്തത്തിലുള്ളൊരു ക്ഷാമം, പൂർണ്ണമായൊരു നാശം ഉമ്മത്ത് മൊത്തം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മൊത്തം നശിക്കുക എന്നൊരു സംഗതി ഉണ്ടാവില്ല എന്നതാണ്. വഅല്ല ഉസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം ഫയസ്തബീഹ ബൈളതഹും, അതുപോലെ തന്നെ അവർക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നം അല്ലാതെ അവർക്ക് പുറത്തു നിന്നുള്ള ശത്രുവിൻ്റെ ആധിപത്യം, സമ്പൂർണ്ണ ആധിപത്യം അവർക്ക് മേൽ ഉണ്ടാവുക എന്നതും, അങ്ങനെ അവർക്ക് മേൽ ആധിപത്യം ഉണ്ടാവുക എന്നത് അതുണ്ടാവില്ല, അത് ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന്. വലവിജിത്തമാലൈഹിം മിൻ അഖ്താരിഹ എന്നായിരിക്കും, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്കെതിരെ ഒരുമിച്ച് കൂടിയാലും, ഹത്താ യകൂന ബഅ്ളുഹും യുഹ്ലികു ബഅ്ളൻ വയസ്ബി ബഅ്ളുഹും ബഅ്ള. അതെങ്ങനെ, അവരുടെ സ്വന്തമല്ലാത്ത ഒരു ശത്രുവിനെ അവർക്കെതിരെ ആധിപത്യം ഞാൻ ഉണ്ടാക്കൂല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അവർ പരസ്പരം നശിപ്പിക്കുകയും പരസ്പരം തടവുകാരാക്കുകയും ചെയ്യുന്നത് വരെ, അപ്പോൾ അങ്ങനെയുള്ള ഭിന്നത ഉണ്ടാകുമ്പോഴുള്ള നാശം ഉണ്ടാകും എന്ന് പറയാം റിപ്പോർട്ട്. എന്നിട്ട് ഇത് സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അതേപോലെ അബൂദാവൂദ്, തിർമുദി, ഇബ്നു മാജ, ഇമാം മുസ്നദ് അഹ്മദ്, ഇവരിൽ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതേ ഹദീസ് വന്നിട്ടുണ്ട്. ഇനി പറയാണ് വറവാഹു അൽ ബർഖാനി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് ഫി സ്വഹീഹി, അദ്ദേഹത്തിൻ്റെ സ്വഹീഹ്. എന്നിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹു തുടർന്ന് പറയുന്നത് വസാദ, ബർഖാനി ഇത്രയും കൂടെ അഡീഷണലായിട്ട്, സിയാദത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ, ഈ ഹദീസിൽ. ഇന്നമ അഹാഹു അലാ ഉമ്മത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് എന്താണ്, നിശ്ചയം ഞാൻ എൻ്റെ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ ഭയപ്പെടുന്നത് അൽ അഇമ്മത്തൽ മുദ്ദല്ലീൻ, വഴിപിഴപ്പിക്കുന്ന ഇമാമുകൾ, നേതാക്കളെയാണ്, വഴിപിഴപ്പിക്കുന്ന നേതാക്കളെയാണ് ഞാൻ എൻ്റെ ഉമ്മത്തിൽ ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇദാ വഖാലിഹിം അസ്സൈഫ്, മുസ്ലിങ്ങൾക്കിടയിൽ അവർക്കിടയിൽ വാൾ സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ വാളെടുക്കുന്ന വിഷയം, യുദ്ധമുണ്ടായാൽ ലം യർഫഅ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അത് ഉയരുകയില്ല എന്ന് പറഞ്ഞാൽ, അത് ഇങ്ങനെ ലം യുർഫഅ, അത് ഉയർത്തപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ആ യുദ്ധം സ്റ്റോപ്പ് ചെയ്യുക, യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അക്രമങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നതാണ്. വലാ തഖൂമു സഅതു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യൽഹഖ ഹയ്യും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീന, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഗോത്രം, ഒരു വിഭാഗം മുശ്രിക്കുകളോട് ചേരുന്നത് വരെ, മുശ്രിക്കുകളോട്, ബഹുദൈവ വിശ്വാസികളോട് ചേരുക എന്ന് പറഞ്ഞാൽ അവർ ഇത്തിബാ ചെയ്യുക, അവരെ പിന്തുടരുക ഷിർക്കിൻ്റെ വിഷയത്തിൽ. വഹത്താ തഅബുദ ഫിആമുൻ മിൻ ഉമ്മത്തി അൽ ഔസാന, എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു സംഘം, ഒരു വിഭാഗം
മുസ്ലിം ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം, ഫിആം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം, സംഘം, ഔസാൻ വസനുകളെ, ബിംബങ്ങളെ ആരാധിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന്. കുല്ലുഹും യസ്ഉമു അന്നഹു നബിയ്യുൻ. അതിൻ്റെ മുമ്പ് വഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി കദ്ദാബൂന സലാസുഹും. ഇനി അടുത്ത് മറ്റൊരു പ്രവചനം പറയാണ്, എൻ്റെ ഉമ്മത്തിൽ പിൽക്കാലത്ത് എന്തുണ്ടാവും? 30 വ്യാജന്മാരുണ്ടാവും, കള്ളവാദികളുണ്ടാവും. 30. കുല്ലുഹും യസ്ഉമു അന്നഹു നബിയ്യുൻ. അവരെല്ലാം നബിയാണെന്ന് വാദിക്കും. വഅന ഖാതമുൻ നബിയ്യീൻ ലാ നബിയ്യ ബഅദി. ഞാൻ നബിമാരുടെ മുദ്രയാണ്, സീലാണ്. ഞാനാണ് അവസാനത്തെ നബി. ഇനി ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു നബി ഇല്ല. അത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. പക്ഷേ പിൽക്കാലത്ത് എന്തുണ്ടാവും? നബിയാണെന്ന് വാദിച്ച് ഈ ഉമ്മത്തിൽ ആളുകൾ വരും. വലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ്. എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം തുടർന്നുകൊണ്ടേയിരിക്കും, സത്യത്തിൻ്റെ മാർഗത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും സത്യത്തിലായി ഒരു വിഭാഗം. മൻസൂറത്തുൻ, സഹായിക്കപ്പെടുന്നവരായി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ഉണ്ടാകും. ലാ യദുർറുഹും മൻ ഖദലഹും. അവരെ അവഗണിച്ചവർ അവർക്ക് പ്രശ്നമല്ല. വലാ മൻ ഖാലഫഹും. അതേപോലെ അവരെ എതിർക്കുന്നവർ, അവരുടെ ശത്രുക്കൾ അവർക്ക് പ്രശ്നമല്ല. അതൊന്നും അവരുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയില്ല എന്നർത്ഥം. അതല്ലാതെ ശത്രുക്കളിൽ നിന്ന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ല അതിനർത്ഥം. ഹത്താ യഅതി അംറുല്ലാഹി തബാറക വതആല. അല്ലാഹു തബാറക വതആലയുടെ അംർ, കൽപ്പന വരുന്നത് വരെ, അതായത് ഖിയാമത്ത് നാൾ, അന്ത്യനാൾ വരുന്നത് വരെ. അപ്പോൾ അന്ത്യനാൾ വരെ സത്യത്തിലായി നിലനിൽക്കൊള്ളുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും എന്നതാണ്. ഫീ മസായിലും. ഇനി ഇതിൽ ചില മസ്അലകളുണ്ട്. അപ്പോൾ അന്ത്യനാൾ വരെ സത്യത്തിലായി നിലകൊള്ളുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അതേസമയം മുസ്ലിം ഉമ്മത്തിൽ ചിലർ എന്താവും? തനിച്ച ബഹുദൈവാരാധനയിലേക്ക് പോവുകയും ചെയ്യും. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഖബറുകളായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെല്ലാമാണ് കാണുന്നത്? ഖബറുകളുമായി ബന്ധപ്പെട്ട് നിരവധി ശിർക്കൻ പ്രവർത്തികൾ നമുക്ക് കാണാൻ പറ്റും. ആ ഖബറാളിയെ മഹാൻ ആണെങ്കിലും അല്ലെങ്കിലും മഹാനാണെന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മഹാന്മാരായി ആണെന്ന് ഉറപ്പുള്ള പലരുടെയും ഖബറുകൾ എന്താണ്? അത് ആരാധനാ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഖബറിൻ്റെ അടുത്ത് വെച്ചിട്ടും അല്ലാതെയൊക്കെ മരിച്ചുപോയവരെ ഇബാദത്ത് ചെയ്യുന്ന തരത്തേക്ക്, അവരെ വിളിച്ച് തേടുന്ന, അവരോട് നരകമോചനം തേടുക, അവരോട് പാപമോചനം തേടുന്ന ഒക്കെ അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിൽ നല്ലൊരു വിഭാഗം മാറിയിട്ടുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഇതിലുള്ള ചില മസാലകൾ പറയാം. അൽ ഉല തഫ്സീറു ആയത്തിൻ നിസായിൽ പറഞ്ഞ ആയത്തിൻ്റെ തഫ്സീർ. സാനി രണ്ടാമത്തെ തഫ്സീർ ആയത്തിൽ മായിദയിൽ പറഞ്ഞ ആയത്തിൻ്റെ തഫ്സീർ. അസാലിത മൂന്നാമത്തെ കഹ്ഫിൽ പറഞ്ഞ ആയത്തിൻ്റെ തഫ്സീർ ആയത്തിൽ കഹ്ഫ്. ഇത് ഒക്കെ വിശദീകരിച്ച് പിന്നീട് പറയും. അറാബിയ നാലാമത്തത് വഹി അഹമുഹ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ മാ മഅനൽ ഈമാൻ ബിൽ ജിബ്തി വത്താഗൂത്ത്. ജിബ്തിലും താഗൂത്തിലുമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. ഹൽ ഹുവ ഇഅ്തിഖാദു ഖൽബിൻ. അത് ഹൃദയത്തിലുള്ള വിശ്വാസമാണോ? ഔ ഹുവ മുവാഫഖത്തു അസ്ഹാബിഹ. അതോ ഈ ജിബ്തിൻ്റെയും താഗൂത്തിൻ്റെയും ആളുകൾ യോജിക്കലാണോ? മഅ ബഅദിഹ മാ ബൂദിഹ വ മഅരിഫത്തി ബുത്ലാനിഹ. അത് വ്യാജമാണ് എന്ന് അറിഞ്ഞ് തന്നെ, അതോടൊപ്പം അതിനോട് വെറുപ്പുണ്ടായിരിക്കെ തന്നെ അതിനോട് യോജിക്കുക. ഈ ജിബ്തിനോടും ത്വാഗൂത്തിനോടും യോജിക്കുക. അള്ളാഹു അല്ലാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നു അത് ത്വാഗൂത്ത്. അതേപോലെ ക്ഷുദ്രവിദ്യകൾ, സിഹ്ർ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട്, വ്യാജമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതോട് യോജിച്ചു പോകുക. അതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്? അതോ ഹൃദയത്തിലുള്ള വിശ്വാസമാണോ? ഇതൊക്കെയാണ് ചർച്ച. അൽ-ഖാമിസത്തു, അഞ്ചാമത്തത് ഖൗലുഹും ഇന്നൽ കുഫാറല്ലദീന യഅരിഫൂന കുഫ്റഹും അഹ്ദാ സബീലൻ മിനൽ മുഅ്മിനീന. തങ്ങളുടെ കുഫറിനെ കുറിച്ച് വ്യക്തമായി അറിയുന്ന സത്യനിഷേധികൾ സത്യവിശ്വാസികളെക്കാൾ നേരായ മാർഗത്തിലാണെന്ന യഹൂദരുടെ വാദം. അസാദിസ, ആറാമത്തത് വഹിയ അൽ മഖ്സൂദത്തു ബിത്തർജമ. ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ആറാമത്തെ പോയിന്റാണ്. അന്ന ഹാദാ ലാ ബുദ്ദ അൻ യൂജദ ഫി ഹാദിഹിൽ ഉമ്മ. ഇത് ഈ ഉമ്മത്തിൽ നിശ്ചയമായും കാണപ്പെടും. അത് അനിവാര്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. കമാ തഖററ ഫിൽ ഹദീസ് അബി സഈദ്. അബൂ സഈദ് റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ അത് വ്യക്തമായതുപോലെ, അതായത് ഈ ഉമ്മത്തിൽ വിഗ്രഹാരാധകർ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ്. അസ്സാബിഅൻ, ഏഴാമത്തത് അത്തസ്രീഹു ബിവുഖൂഇഹ. അത് സംഭവിക്കുമെന്നതിന് വ്യക്തത. അയിനി, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇബാദത്തൽ ഔസാനി, ബിംബങ്ങളെ ആരാധിക്കൽ. ഫി ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ ഫി ജുമൂഇൻ കസീറ,
വലിയൊരു വിഭാഗം ആളുകളിൽ, നല്ല ഒരു വിഭാഗം ആളുകളിൽ ഈ ഉമ്മത്തിൽ ബിംബാരാധന സംഭവിക്കുമെന്നത് സംഭവിച്ചു കഴിഞ്ഞു. അസാമിന എട്ടാമത്തത് അൽ അജബുൽ ഉജാബ്, അത്യത്ഭുതകരമായിട്ടുള്ള കാര്യം, ഖുറൂജു മൻ യദ്ദഇ അന്നുബുവ്വത, നുബുവത്ത് വാദിക്കുന്നവർ, ഞാൻ നബിയാണെന്ന് വാദിക്കുന്നവർ പുറപ്പെടും, രംഗത്ത് വരുമെന്നത്. മിസ്ൽ അൽ മുഖ്താർ, മുഖ്താർ എന്ന് പറഞ്ഞ ആളെ പോലെ, മുഖ്താർ എന്ന് പറഞ്ഞ ആൾ നബിയാണെന്ന് വാദിച്ചു വന്നിരുന്നു പണ്ട് കാലത്ത്. മാ തകല്ലുമിഹി ബിശ്ശഹാത്തൈൻ, അദ്ദേഹം 2 ഷഹാത്തും ഉച്ചരിച്ചിരുന്നു എന്നോടൊപ്പം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്നൊക്കെ ഉച്ചരിച്ചിരുന്നു. വതസ്രീഹിഹി ബിഅന്നഹു മിൻ ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ മുസ്ലിം ഉമ്മത്തിൽ പെട്ടതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടൊപ്പം തന്നെ വഅന്ന റസൂല ഹഖുൻ, റസൂൽ ഹഖാണ്, വഅന്നൽ ഖുർആന ഹഖുൻ, ഖുർആൻ ഹഖാണ്, ഇതൊക്കെ അയാൾ പറഞ്ഞിരുന്നു. പക്ഷേ അതോടൊപ്പം അയാൾ എന്ത് ചെയ്തിരുന്നു, അതിന് വിരുദ്ധമായ കാര്യങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അതാണെന്ത്, ഞാൻ നബിയാണെന്ന് അദ്ദേഹം വാദിച്ചു എന്നത്. ഫിഹി, ഇതിലുണ്ട് അന്ന മുഹമ്മദൻ ഖാത്തമുൻ നബിയീൻ, ഈ ഹദീസിൽ എന്തുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരിൽ ഖാത്തമാണ്, നബിമാരുടെ മുദ്രയാണ്, സീൽ വെച്ച് കഴിഞ്ഞു. ഇനി വേറെ നബി വരാനില്ല, അവസാനത്തെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന്. വമഅ ഹാദാ യുസദ്ദിഖു ഫി ഹാദാ കുല്ലിഹി മഅ തവാദ്ദിൽ വാഹിദി വഖദ് ഖറജൽ മുഖ്താർ ഫി ആഖിരി അസ്രി സ്വഹാബ വതബിഅഹു ഫി ആമൻ കസീറ. അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വ്യക്തമായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടും വ്യക്തമായ പ്രമാണങ്ങൾ ഉണ്ടായിട്ടും ഈ മുഖ്താർ എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളുടെ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഉദയം ചെയ്ത ഒരാളാണ്, ഒരു നുബുവത്ത് വാദി, ഒരു നബിയാണെന്ന് വാദിച്ച ആളാണ്. അയാളെ ധാരാളം ആളുകൾ പിന്തുടരുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ തന്നെ. അത്താസിയ, 9-ാമത്തത് അൽ ബിഷാറത്തു, സുവിശേഷം, സന്തോഷ വാർത്ത, ബി അന്നൽ ഹഖ ലാ യസൂലു ബിൽ കുല്ലിയത്തി, സത്യം മൊത്തത്തിൽ നീങ്ങൂല, സത്യത്തിൻ്റെ വക്താക്കൾ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, ഒരു സംഘമെങ്കിലും ഉണ്ടാവും ഖിയാമത്ത് നാൾ വരെ. കമാ സാല ഫീമാ മള ബൽ ലാ തസാലു അലൈഹി ത്വായിഫ, എന്ന് പറഞ്ഞാൽ പണ്ട് കണ്ടിന്യൂ ചെയ്തതുപോലെ തന്നെ അത് ഒരു വിഭാഗം ആളുകൾ സത്യത്തിലായി തുടരുക തന്നെ ചെയ്യും. അള്ളാഹു അക്കൂട്ടലിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അൽ ആശറ, 10-ാമത്തത് അൽ ആയത്തുൽ ഉദ്മ, മഹത്തായ ഒരു ആയത്ത്, അന്നഹും മഅഖില്ലതിഹിം ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവർ വളരെ കുറച്ചാണ്, സത്യത്തിൻ്റെ വക്താക്കൾ വളരെ കുറച്ചാണെങ്കിലും അവരെ അവഗണിക്കുന്നവർ, അവരോട് എതിരായവർ, അവരെ കൈവിട്ടവർ, അവരുടെ ശത്രുക്കൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അവരുടെ സത്യവിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയില്ല എന്നർത്ഥം. അൽ ഹാദിയത്തു അശ്റ, 11-ാമത്തത് അന്നദാലിക ഷർത്ത ഇലാ ഖിയാമിസ് സഅ, അപ്പോൾ അത് സത്യത്തിൽ നിലകൊള്ളുന്നൊരു വിഭാഗം ഉണ്ടാവുക എന്ന സംഗതി അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന്. അസാനിയത്ത് അശ്റ, 12-ാമത്തെ കാര്യം മാ ഫീഹിന്ന മിനൽ ആയാത്തിൽ അദീമ, ഇതിലുള്ള മഹത്തായ ദൃഷ്ടാന്തങ്ങളാണ്. മിൻഹ ഇഖ്ബാറുഹു ബി അന്നല്ലാഹ സവാലുഹുൽ മശാരിഖ വൽ മഗാരിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കിഴക്കുകളും പടിഞ്ഞാറുകളും ചുരുട്ടിക്കൊടുത്തു എന്നത്. വ അഖ്ബറ ബിമഅനാ ദാലിക, അതിൻ്റെ ആശയം എന്ത് നബി വിവരിച്ചു തന്നു, പറഞ്ഞു തന്നു. ഫവഖഅ കമാ അഖ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ, വിവരം തന്നതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നബി പണ്ട് പറഞ്ഞതാണ്, പക്ഷെ അത് പിൽക്കാലത്ത് സംഭവിച്ചു. റോമ പേർഷ്യൻ സാമ്രാജ്യം, അവിടെയൊക്കെ ഇസ്ലാം എത്തി, ലോകത്ത് മുഴുക്ക ഇസ്ലാം എത്തി, ഇസ്ലാമിൻ്റെ വ്യാപനമുണ്ടായി എന്നതാണ്. ബിഖിലാഫിൽ ജനൂബി വശമാൽ വ ഇഖ്ബാറുഹു ബി അന്നഹു ഉഅ്തിയ അൽ കൻസൈൻ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 കൻസുകൾ നൽകപ്പെട്ടു എന്നതും. വ ഇഖ്ബാറുഹു ബി ഇജാബത്തി ദഅവതിഹി ലി ഉമ്മത്തിഹി ഫിൽ ഇസ്നത്തൈൻ, അതേപോലെ ഉമ്മത്ത് ദഅവത്തിന് ഇജാബത്ത് ഉത്തരം നൽകുമെന്നത്. വ ഇഖ്ബാറുഹു ബി അന്നഹു മുനിഅ അസ്സാലിസ, 3-ാമത്തെ കാര്യത്തിന് അള്ളാഹു ഉത്തരം നൽകിയില്ല എന്നുള്ളത്. വ ഇഖ്ബാറുഹു ബി ഉഖൂഇ സൈഫ്, അതേപോലെ ഈ ഉമ്മത്തിൽ യുദ്ധമുണ്ടാകും, വാളുണ്ടാറ യുദ്ധം ഉണ്ടാകുമെന്നത് എൻ്റെ വൃത്താന്തം. വഅന്നഹു ലാ യുർഫഅ ഇദാ വഖഅ, അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നത് യുദ്ധം. വ ഇഖ്ബാറുഹു ബി ദുഹൂരിൽ മുത്തനബ്ബിഈന ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ നബിത്വം വാദിക്കുന്നവർ, റുബൂവത്ത് വാദിക്കുന്നവർ പ്രത്യക്ഷപ്പെടും എന്നത്. വ ഇഖ്ബാറുഹു ബി ബഖാഇ ത്വായിഫത്തിൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന, അള്ളാഹുവാൽ സഹായിക്കപ്പെടുന്ന ഒരു വിഭാഗം സത്യത്തിൻ്റെ വക്താക്കളായി ഈ ഉമ്മത്തിൽ അവശേഷിക്കും എന്നത്. വകുല്ലു ഹാദാ വഖഅ കമാ അഖ്ബറ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ സംഭവിച്ചു. മഅ അന്ന കുല്ല വാഹിദത്തിൻ മിൻഹാ മിൻ അബ്അദി മാ യകൂനു ഫിൽ മഅഖൂൽ, അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ സംഭവിക്കൽ വളരെ വിദൂരമായിട്ട്, അല്ലെങ്കിൽ അത് സംഭവിക്കുമോ എന്ന് ഒരു പക്ഷേ അന്ന് പറയുമ്പോൾ തോന്നുമായിരിക്കും, പക്ഷേ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്നതാണ്.
ഇസ്ലാമിൻ്റെ ആധിപത്യ ലോകത്താകെ ഉണ്ടായി. അസാലിസത്തു അഷ്റ 13ാമത്തെ കാര്യം ഹസ്റുൽ ഖൗഫി അലാ ഉമ്മത്തി മിൻ അയിമ്മത്തിൽ മുഗല്ലീൻ. ഈ ഉമ്മത്തിൽ മുസ്ലിം ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നത് അത് പരിമിതപ്പെട്ടു. ഏതിൽ പരിമിതപ്പെടുത്തി പറഞ്ഞതിൽ വഴിപിഴച്ച നേതാക്കന്മാരുടെ വിഷയം മാത്രം. അപ്പോൾ ഈ ഉമ്മത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഷിർക്ക് ഉണ്ടാവുമോ ഇതൊന്നും അല്ല നബി ഭയന്നതായിട്ട് പറഞ്ഞത്. വഴിപിഴച്ച നേതാക്കന്മാർ അവർ മുഖേനയാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ഷിർക്കിൻ്റെ ആണെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഈ ഉമ്മത്തിൽ ഷിർക്ക് സംഭവിക്കില്ല, ഷിർക്ക് സംഭവിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് നബി പറഞ്ഞു എന്നൊരു ഹദീസ് വെച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്താലും ഷിർക്കാവില്ല ഈ ഉമ്മത്തിൽപ്പെട്ടവർ എന്ന നിലക്ക് വ്യാഖ്യാനിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തട്ടിവിടാറുണ്ട്. അത് ശരിയല്ല. ഈ ഹദീസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ പറഞ്ഞ എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം ഈ ഉമ്മത്ത് മൊത്തത്തിൽ ഷിർക്കിൽ പെടുക എന്നതാണ്. മൊത്തത്തിൽ ഈ ഉമ്മത്ത് മൊത്തം നശിപ്പിക്കപ്പെടില്ല, മൊത്തത്തിൽ ഷിർക്കിൽ പെടില്ല എന്നതാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഹദീസുകളെ സംയോജിപ്പിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റാബിയത്തു അഷ്റ 14ാമത്തെ കാര്യം അത്തംബിഹു അലാ മാന ഇബാദത്തിൽ ഔസാൻ, വസനുകളെ ഇബാദത്ത് ചെയ്യുക എന്നതിൻ്റെ ആശയത്തിൽ ഉണർത്തൽ, അത് ബോധ്യപ്പെടുത്തൽ. അപ്പോൾ വസനുകൾ എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾ എന്ന് പറയുമ്പം മണ്ണ് കൊണ്ടോ പിന്നെ അതായത് കളിമണ്ണ് കൊണ്ട് ലോഹങ്ങൾ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമല്ല, അതും ഈ വസനുകളിൽ പെടും. അപ്പോൾ ഒരാൾ ഖബറിനെ ആരാധ്യ വസ്തുവാക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് പട്ടും വളയും ജാറം മൂടലും തവാഫ് ചെയ്യലും അവിടെ നിവേദ്യം അർപ്പിക്കലും ഒക്കെ ബറക്കത്തിനെന്ന് പറഞ്ഞിട്ട് ചെയ്താൽ അതൊക്കെ എന്താണ് ഈ ഖബറിനെ വസനാക്കലാണ്. അപ്പം ഖബറും ബിംബമാക്കരുത്, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്, വസനൻ യുഅബദ് അത് ആക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായിട്ട് കാണും.